ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വിജയൻ ടു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചില പരിഹാരങ്ങൾക്കും ഉപദേശിക്കാറുണ്ട്. ആ പരിഹാരങ്ങൾ ഉപദേശിക്കുന്നതിൽ പലവിധ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രവിധികളും ക്ഷേത്ര സങ്കല്പങ്ങളും പരിഹാരത്തിനോടനുബന്ധിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരു വരവിൽ ശ്രീ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തെ പറ്റിയും ഉണ്ട്. ഇവിടെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. തിരുപ്പതിയിൽ നിന്നും തിരുമലയ്ക്ക് സൂരജ് വന്നില്ല. സൂരജിന് പകരം സുബിൻ എന്ന ഒരു പയ്യന വന്നത്. അവൻ ഒരു ലോക്കോ പൈലറ്റാണ്. കുറച്ച് നാൾ ലീവിലായിരുന്നു അങ്ങനെ പറഞ്ഞത്. അവൻ്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവികമായിട്ടുള്ള ഒരു വ്യക്തി, പക്വതയുള്ള ഒരു വ്യക്തി. ഞാൻ ഇപ്പോഴും പറയുന്നു, കണ്ടു മറന്ന ഒരു മുഖംമാരി. നല്ല ഹൈറ്റും വലിയ ശരീരമാണ്. നല്ല ഹൈറ്റുള്ള ഏകദേശം 6 അടി 5.25 അടിയോളം ഉയരമുള്ള ഒരു വ്യക്തിയാണ്. നല്ല സ്വഭാവത്തിനുള്ള ഉടമയാണ്. വേണ്ട കാര്യങ്ങൾ കണക്ക് പോലെ പറഞ്ഞു തരികയും അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അതിനുള്ള പരിഹാരം എല്ലാം പറഞ്ഞു തരികയും എല്ലാം പറഞ്ഞ് അപ്പുറത്ത് കുറേ പേരുകൾ ഇരിക്കുന്നു. കിട്ടിയതെന്ന് പറയുന്നത് മൂലം നമുക്ക് പറയുന്നത് വെച്ചാൽ ഭഗവാൻ നമ്മൾക്ക് ദർശനം എപ്പോൾ തരുന്നുവോ അപ്പോഴേ കിട്ടുകയുള്ളൂ. ഭഗവാൻ നമ്മൾക്ക് എപ്പോൾ ദർശനം തരണം എന്ന് ഭഗവാൻ തീരുമാനിക്കും. അപ്പോഴേ നമുക്ക് ദർശനം കിട്ടുകയുള്ളൂ. ഏത് സമയത്താണോ കിട്ടുക ആ സമയത്തേ കിട്ടുകയുള്ളൂ. അതിനും ഒരു സമയമുണ്ട്, അതിനൊരു മുഹൂർത്തമുണ്ട്. അതിൽ ചില ആളുകൾ നല്ല മുഹൂർത്തത്തിൽ ദർശനം കിട്ടാനുള്ള സംവിധാനം ചില ആളുകൾക്ക് ആ ഭഗവാൻ സങ്കല്പിച്ചു കൊടുക്കും. ചില പ്രത്യേക രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള ആളും കൂടിയാണ് ശ്രീ മഹാവിഷ്ണു എന്ന് തന്നെ പറയാം. ആ ദർശനം കഴിഞ്ഞ് കറക്റ്റായിട്ട് പുറത്ത് വരുന്ന സമയത്ത് ഞങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കാറ്റലോഗും ഒരു തൊപ്പിയും ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുള്ള ഒരു അടയാളം. സുബിൻ കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് വാങ്ങിച്ച ആ ടോക്കണിൽ ലഡ്ഡു കിട്ടുമായിരുന്നു ഫ്രീ ആയിട്ട്. അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒരു ആൾക്ക് 6 ലഡ്ഡു വീതം 50 രൂപ വെച്ച് കിട്ടും. ആ പ്രസാദവും വാങ്ങി ഞങ്ങൾ വീണ്ടും അവിടെ ഷോപ്പിംഗ് നടത്താനുള്ള സമയമില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തിരിക്കേണ്ടി വന്നു. സമയത്തിൻ്റെ പരിമിതി. നമ്മൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും 8 മണി 9 മണിയൊക്കെ ആകുന്നു. പക്ഷേ ഒരു 6-6:30 മണിയാകുമ്പോഴേക്കാണ് നമ്മൾ തിരിച്ച് വന്ന് റൂമിലേക്ക് എത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത് വിശ്രമിക്കുകയും അതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് നമ്മൾ യാത്ര തിരിക്കുകയാണ് എന്നുള്ളതും പറഞ്ഞു. വന്നവരിലാകട്ടെ ഞങ്ങൾ വന്നിട്ട് പരിചയപ്പെട്ടവരിൽ പോകുന്ന സമയത്താണെങ്കിലും ദർശന സമയത്താണെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും തിരുപ്പതിയിൽ ഒരുപാട് നേരം വെയിറ്റിരിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് ആളുകളുമായിട്ട് ഞങ്ങൾ ഒരുപാട് പഴകി അതിലുള്ള ഓരോരുത്തരുടെ നാടുകളും പലയിടത്തും തിരുവനന്തപുരം, അങ്കമാലി, കായംകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എല്ലാം പല വഴികളിൽ നിന്നും കയറിയ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും നല്ല സ്വഭാവങ്ങളുള്ളവരുന്നു, എല്ലാ സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു എന്ന് പറയാൻ. അത് പാണ്ഡവാസ് എന്ന ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ അച്ഛൻ്റെയും മോൻ്റെയും ഒരു പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ സൂരജിൻ്റെ ഒരു മിടുക്കത്വം അല്ലെങ്കിൽ അവൻ്റെ ഒരു ചടുതല അല്ലെങ്കിൽ അവൻ്റെ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു പരിചരണം എന്നൊക്കെ വന്നിട്ട് വിശേഷിപ്പിക്കാൻ പറ്റും എന്ന് പറയാം. കൃത്യസമയനിഷ്ഠത അത് ഞങ്ങളെ എല്ലാവരെയും ആകർഷണീയമാക്കി എന്ന് പറയാം. അവരുടെ ഫുഡിൻ്റെ കാര്യത്തിലും അത് വളരെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതേ സമയത്ത് അന്നേക്ക് കാലത്ത് അതുപോലെ തന്നെ പഴകിയവരിൽ ഒരുപാട് ആൾക്കാരുകളുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് എല്ലാവരും വേണ്ടപ്പെട്ട വിധത്തിൽ വർത്തമാനം പറയുകയും അതിൽ കുറേ പേരെ മനസ്സിനെ ആകർഷിക്കുന്ന ലെവലിലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മളെ ആകർഷിക്കുന്ന ലെവലിലും ത്രസിക്കുന്ന ലെവലിലും ചിരിച്ചോടുള്ള മുഖത്തിലും ഒരു വെറുപ്പിൻ്റെ വെറുപ്പിൻ്റെ ഒരു ദൃഷ്ടി പോലും മനസ്സിൽ സൂക്ഷിക്കാതെയും
ഇത് ഒന്നുകൂടിയുണ്ട്. ഞങ്ങൾ കൂട്ടത്തോടു കൂടി തിരുപ്പതിയിൽ ഇരിക്കുന്ന സമയത്ത് പല സ്റ്റേറ്റിൽ നിന്നും വന്ന ആളുകളുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കാലുവേദന, കാരണം ഞാൻ അവിടെ സ്ഥലപാത്രമില്ലാതെ ഞാൻ നീണ്ടു നിവർന്ന് കിടന്നു. എൻ്റെ കാലുകൾ പല ആളുകളായിട്ട് മുട്ടുകയുണ്ടായി. ആരും ഒന്നും ശ്രദ്ധിച്ചില്ല. എതിര് പറയുകയോ അല്ലെങ്കിൽ വഴക്കുകയോ. വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ ഭയങ്കര വഴക്കായി മാറിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ആ ഭഗവാന്റെ ഒരു പുണ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു കൂടെയുള്ള വ്യക്തികളും ചിരിച്ച മുഖത്തോടെയല്ലാതെ ഒരു സന്തോഷപരമായിട്ടുള്ള വർത്തമാനത്തോടെ അല്ലാതെ പറയില്ല. ഓരോരുത്തരുടെയും പേരുകൾ എനിക്ക് വ്യക്തമല്ല എന്നറിയാം, വ്യക്തമല്ല. പക്ഷേ ചില ആളുകളുടെ നക്ഷത്രങ്ങളെല്ലാം പറഞ്ഞതിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു ആസ്ട്രോളജറാണ്, ജ്യോത്സ്യനാണെന്ന് പറഞ്ഞതിൽ ഉള്ള ഇതുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം യാത്ര തിരിക്കുന്ന സമയത്ത് സ്വയംഭൂ ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ വിനായക ക്ഷേത്രം. അവിടെ നിന്നും ഏകദേശം 35-40 കിലോമീറ്റർ ദൂരം പോകണം. സ്വയംഭൂ വിനായക ക്ഷേത്രം ചിറ്റൂര്, അതായത് ആന്ധ്രാപ്രദേശിൽ തന്നെ ചിറ്റൂർ ജില്ല എന്നറിയപ്പെടുന്ന ചിറ്റൂർ ദേശത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഉച്ചയോടെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചഭക്ഷണ സമയത്ത് ഒരു പെട്രോൾ പമ്പിൽ നിർത്തുകയുണ്ടായി. അപ്പോൾ പെട്രോൾ പമ്പിൽ നിർത്തുന്ന സമയത്ത് ചോറായിരുന്നു. ഒരു പച്ചടി അല്ലെങ്കിൽ കിച്ചടി എന്ന് പറയുന്ന ശരിക്കുള്ള പേരല്ല എന്ന്, അങ്ങനെ ഒരു തൈര് കൂട്ടിയ ഒരു ബീട്രൂട്ട് എല്ലാ തൈരെല്ലാം കൂട്ടിയ ഒരു ഇതുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. ചോറ് വിളമ്പുന്ന സമയത്ത് എനിക്കൊരു സംശയം, ചോറ് വെന്തിട്ടില്ലയോ എന്ന് എന്നെ പെട്ടെന്ന് വായന്ന് വരികയും ചെയ്തു. അപ്പോൾ സൂര്യൻ ചോദിച്ചു വെന്തിട്ടില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ കിടന്നു നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു മണി പോലെയാണ് ആ ചോറ് വിളമ്പുന്ന സമയത്ത് ഓരോരോ മണികളായിട്ട് നമുക്ക് പെറുക്കിയെടുക്കാം ഒട്ടാതെ. അത് കാരണം കൊണ്ടാണ് ഞാൻ വെന്തിട്ടില്ലയോ എന്ന് സംശയം ചോദിച്ചത്. പക്ഷേ വളരെ പക്വതയോടിട്ടുള്ള ഒരു പാചകം എന്ന് പറഞ്ഞാൽ അതൊരു പാചകം തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറുമായിരുന്നു, പരിപ്പ് കറിയായിരുന്നു. അതിൽ പരിപ്പ് മാത്രമേ കണ്ടുള്ളൂ, അതിൽ ചേർത്തിയ വകകളെല്ലാം ആ പാചകക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇപ്പോഴും വായിൽ രുചിയോടുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ആ യാത്രയിൽ ഞാൻ മനസ്സുകൊണ്ട് ഊഹിച്ചിട്ടുണ്ടായിരുന്നു വിഘ്നേശ്വരൻ, സ്വയംഭൂ വിഘ്നേശ്വരൻ എന്ന് പറയുമ്പോൾ, ആ സ്വയംഭൂ എന്ന് പറയുമ്പോൾ സ്വയം ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വിഗ്രഹമാണ്. അവിടെയും നല്ല തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ നിന്നതിന് ശേഷമാണ് ഭഗവാൻ തൊഴാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വയംഭൂ ആണെങ്കിൽ അതിനെ രൂപപ്പെടുത്തി നല്ല വിഗ്രഹമായിട്ട് മാറ്റി കൊത്തുപണികൾ വല്ലതും നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. അത് എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നു. അതൊന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷ വളരെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ആ കണ്ണു തള്ളിപ്പോയി. ആ സ്വയംഭൂ തന്നെയാണ്. അതിൽ ഒരു പോറൽ പോലും ഒരു കല്ല് പോലും തടച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ രൂപം സാക്ഷാൽ ശ്രീ വിഘ്നേശ്വരൻ്റെ രൂപം തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ വടിവത്ത രൂപത്തിലുള്ള കൊത്തുപണിയോടുകൂടിയുള്ള രൂപത്തിലല്ല, പക്ഷേ ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ദർശിക്കുന്നത് എന്നുള്ളത്. എൻ്റെ മനസ്സും കൈയും കാലും എല്ലാം കോരിത്തരിച്ചു എന്ന് വേണം പറയണമെങ്കിൽ. ആ ദർശനത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത് മഹാ അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ അവിടെ കാണാൻ വേറെയും കുറേ വിശിഷ്ട സംഭവങ്ങൾ. ഞങ്ങൾക്ക് സ്പേസ് ചെയ്യാൻ കുറേ സമയം തന്നിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം എവിടെ ആർക്കും ഷോപ്പിംഗ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അത് കാരണം നമുക്ക് 4:30 അവിടെ നിന്ന് സ്ഥലം പോകേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾ ഇഷ്ടം പോലെ സമയം എടുത്തോളൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ സ്ഥലങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും 4:30 കൂടിയിട്ട് ദർശനം കഴിഞ്ഞ് വണ്ടിയിൽ കയറി യാത്ര തിരിച്ച് ഏകദേശം ഒരു 6:45 ഒരു വീണ്ടിൽ ഒരു പമ്പിലെത്തി. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് വിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു സൗകര്യം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കഞ്ഞിയും കടലയായിരുന്നു കറി. അത് കഴിച്ച് യാത്ര തിരിക്കുന്ന സമയത്ത് സൂരജ് പറഞ്ഞു ഇനിയുള്ള യാത്ര നമുക്ക് എല്ലാ യാത്രയും കഴിഞ്ഞ് ഇനി നമ്മളുടെ വീട്ടിലേക്ക് പോകേണ്ട യാത്രയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന
പാട്ടുകൾ പാടണമെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പങ്കുവയ്ക്കാം. ഈ യാത്രയെക്കുറിച്ചും ഈ യാത്രാ വിവരണത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ് മൈക്ക് കയ്യിൽ തരികയുണ്ടായി. ഞങ്ങൾ ഓരോരുത്തരും അതിനനുസരിച്ച് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തു. അനുഭവങ്ങളും അവിടുത്തെ അവരുടെ സ്വീകരണങ്ങളും എല്ലാം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലേറെ സംതൃപ്തനായിരുന്നു. അതുപോലെ പാട്ട് പാടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. ആ പാട്ട് പാടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതിൽ കുറേ ആളുകൾ പാട്ടുപാടി. എനിക്കാണെങ്കിൽ നല്ല തിരുമലയിലും മറ്റുള്ളവരുടെയൊക്കെ നല്ല തണുപ്പുള്ള കാരണം, ശ്വാസകോശത്തിൻ്റെ പ്രശ്നമുള്ള കാരണം, തൊണ്ടവേദനയും അതുപോലെ തന്നെ കഫക്കെട്ടിൻ്റെ അതെല്ലാം ഉണ്ട്. കാരണം നിങ്ങൾ പാടണമെങ്കിൽ പാടിക്കൊള്ളു പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് ഞാൻ മൈക്കിൽ വെച്ച് എല്ലാവരും കേൾപ്പിച്ചു. അതുകൂടാതെ എൻ്റെ മോൻ ഒരു പാട്ട് പാടി. എന്നേക്കാൾ മുന്നേ അവൻ ഒരു പാട്ട് പാടി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നുള്ളൊരു പാട്ട് പാടി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീണ്ടും അവനെ കൊണ്ട് വീണ്ടും പാടിക്കാൻ പറഞ്ഞു. അവൻ രണ്ടാമതൊരു പാട്ട് പാടി, പൂമാനമേ എന്നുള്ള, പൂമാനമേ നീതാകമേ എന്താണെന്നുള്ള അത് വീഡിയോ എടുത്ത് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് അത് രാത്രിയിലായ കാരണം വന്നിട്ട് കുറച്ച് ഡാർക്കായിരുന്നു, വീഡിയോ വ്യക്തമായിട്ടില്ല. അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതുപോലെ മറ്റുള്ളവരും പാട്ട് പാടി. ഒരു സ്ത്രീ, എനിക്ക് നല്ല സൗഹൃദമായ ഒരു സ്ത്രീ തന്തന്നം താൻ താളത്തിലാടി എന്നുള്ളൊരു പാട്ട് പാടി. അതും വളരെ ഭംഗിയായിരുന്നു. പിന്നെ കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിന്നാലും എന്നൊരു വ്യക്തി ഒരു പാട്ട് പാടിയാണ്. പേരെനിക്ക് ഓർമ്മയില്ല. അതും വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നു. ഇതിലെല്ലാം ഉപരി കായംകുളത്തുനിന്ന് വന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗസറ്റ് ലെക്ചറും അവരുടെ വൈഫ് ഹെഡ് മാസ്റ്റർ HM മോളും ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആളൊരു മിമിക്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മിമിക്രി കാണിക്കുന്ന സമയത്ത് ഒരു വിദ്വാൻ മദ്ദളം വായിക്കുന്ന ഒരു ഇതായിരുന്നു കാണിച്ചത്. ഒരു അഹങ്കാരിയല്ല, എന്നാൽ നല്ല കഴിവുള്ള ആളാണ്. പക്ഷെ അതിനോടൊപ്പം അഹങ്കാരം ഒഴിയുള്ള ഒരാളുടെ ഒരു മൃദംഗ വായന ആണ് കാണിച്ചു തന്നത്. ആ മൃദംഗ വായൻ്റെ ഇടയിൽ ആളുടെ അണ്ടർവെയറിൽ ഒരു എറുമ്പ് കയറുകയാണ്. ആ എറുമ്പ് കയറിയിട്ടുള്ള ശേഷമുള്ള ആ ഒരു ആക്ഷൻ ആണ് കാണുന്നത്. ഒരു എറുമ്പ് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാമല്ലോ. ഇയാളുടെ ജോലി ചെയ്യുകയും വേണം. പക്ഷേ അയാളുടെ ആദ്യത്തെ പ്രകടനം വളരെ ഭംഗിയായിരുന്നു, നല്ല സ്റ്റൈലായിരുന്നു. ആളുടെ ആക്ഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെയായിരുന്നു. പിന്നീട് അവിടുന്ന് ഒരു ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഭാവമാറ്റം, ഈ ലെക്ചറിൽ ഈ കണ്ട ആൾ മിമിക്രി ചെയ്യുന്ന ആളുടെ ഭാവമാറ്റം കണ്ടപ്പോൾ ഞാൻ ആദ്യം കൈയടിച്ചു പോയി. പിന്നെ എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ചെറിയ ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിരിച്ച് മതിയായി. കാരണം അത്രയ്ക്കും അതിഗംഭീരമായിരുന്നു ആളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒട്ടും ആളിനെ കണ്ടാൽ അങ്ങനെ പറയുമില്ല. പക്ഷേ അത് വളരെ വളരെ ഇതായി. അപ്പോൾ യാത്രയുടെ ആ അവസാന ഘട്ടം എന്ന് പറയാൻ പറ്റില്ല. ഇനിയും യാത്ര തുടരട്ടെ എന്നാണ് ആഗ്രഹം. ആ യാത്രയുടെ ഒരു പുണ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നിറഞ്ഞ് കുളിർത്ത് വരുന്ന സമയത്താണ് ഇതെല്ലാം ഉണ്ടായത്. മനസ്സ് കുളിർത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തിയത് എന്നത് പറയാം. അപ്പോൾ പാണ്ഡവാസ് പല യാത്രകളും ഇനിയും ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പാണ്ഡവാസിൻ്റെ യാത്രയെക്കുറിച്ചും പാണ്ഡവാസിൻ്റെ സഹകരണത്തെക്കുറിച്ചും പാണ്ഡവാസ് നടത്തിക്കൊണ്ടുവരുന്ന അച്ഛനും മോനുമായിട്ടുള്ള ശിവചേട്ടനും സൂരജനും ഒരുപാട് അഭിനന്ദനങ്ങളും, അതുപോലെ തന്നെ പക്വതയോട് കൂടിയിട്ടുള്ള യാത്ര ചെയ്തിരിക്കുന്ന ഡ്രൈവറിനും പാചകം ചെയ്ത ആ വ്യക്തിക്കും പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നക്ഷത്രമാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടും, എനിക്ക് പേര് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ കൂടെ ചെയ്ത എല്ലാ സഹയാത്രികർക്കും ഭയങ്കരമായിട്ടുള്ള ഹാപ്പിയോട് കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും.
നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും കാണും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. മറ്റുള്ളവർ കാണട്ടെ. അതുപോലെ തന്നെ തിരുപ്പതി യാത്ര എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളൊരു വിവരണം കൂടി ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതയും ആചാരങ്ങളും, അതായത് ശ്രീ തിരുമല സ്വാമി എന്ന ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെയും ശ്രീ കാളഹസ്തി എന്ന സ്ഥലത്തിൻ്റെയും ശ്രീ പത്മാവതി എന്ന ഭഗവതിയുടെയും ശ്രീ വിനായക, അതായത് സ്വയംഭു വിനായകൻ്റെ ഇതും ചരിത്രം ഒരുപാടുണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആ ചരിത്രം പിന്നീടൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ പ്രതികരണം അറിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പുരാണം എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെയുള്ള ഇതിലെത്തി, എങ്ങനെയെല്ലാം പ്രവർത്തിച്ചു വന്നു, എന്താ അതിൻ്റെ ഐതിഹ്യം എന്നുള്ളത് ഞാൻ പിന്നീട് പറയുകയാണ്. ഈ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും ഉത്സവമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ശ്രീ വെങ്കടേശ്വര ഉത്സവമാണ്. വെങ്കടേശ്വര സ്വാമിയുടെ ഉത്സവമാണ് വെങ്കടേശ്വര ഓരോത്സവം എന്ന് പറയും. അതുപോലെ പത്മാവതി തിരുകല്യാണം, അതായത് വെങ്കടേശ്വര ബ്രഹ്മോത്സവം എന്നാണ് ശരിക്കുള്ള പേര്, വെങ്കടേശ്വര ബ്രഹ്മോത്സവം. പിന്നെ ഉള്ളത് പത്മാവതി തിരുകല്യാണം. അതുപോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശി, സ്വർഗവാതിൽ തുറക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി. പിന്നെ രാമനവമി, പിന്നെ നമുക്കറിയാം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, അഷ്ടമി രോഹിണി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നിവയാണ് അവിടുത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ പാണ്ഡവാസി എന്ന യാത്ര ചെയ്യുന്ന ടൂറിസം പാക്കേജ് അവർ പുണ്യയാത്രയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന കുറേ യാത്രകളുണ്ട്. അവർ ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. ഇപ്പോൾ പാണ്ഡവാസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള